നമസ്കാരം. കൃത്തീസിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പനീർ കൊണ്ടൊരു സ്റ്റാർട്ടർ ഉണ്ടാക്കാം, പനീർ ടിക്ക. ഇതുണ്ടാക്കാൻ വേണ്ട സാധനങ്ങളെല്ലാം ഒന്ന് ഓടിച്ചു നോക്കാം. 1/2 കപ്പ് തൈര്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പനീർ, 1/4 ടീസ്പൂൺ അജ്വൈൻ, 1/4 ടീസ്പൂൺ കസൂരി മേത്തി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ക്യാപ്സിക്കം, സവാള എന്നിവ കുറച്ച് വലുതായിട്ട് അരിഞ്ഞത്. കസൂരി മേത്തി എടുക്കുന്നത് നമ്മുടെ ഉള്ളംകൈയിൽ എടുത്ത് വെച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ഞെരിച്ചെടുക്കണം. നമുക്ക് ആ എടുത്തു വെച്ചിരിക്കുന്ന മുഴുവൻ തൈരും വേണ്ട, 1/2 കപ്പ് തൈര് മതി. 1/2 കപ്പ് തൈര് ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്, ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. എടുത്തു വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ നാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കസൂരി മേത്തി നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അത് നമ്മളൊന്ന് ഉള്ളംകൈയിൽ വെച്ചിട്ട് ഒന്ന് ഞെരിച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്താൽ മതി. അതുപോലെ തന്നെയാണ് അജ്വൈനും നമ്മൾ ഇതിനകത്ത് ചേർക്കണം. അജ്വൈൻ എന്ന് പറയുന്നത് വളരെ ഗുണമുള്ള ഒരു സാധനമാണ്. നമുക്ക് ദഹനത്തിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ അജ്വൈൻ സീഡ്സ്. അജ്വൈൻ സീഡ്സിൻ്റെ മറ്റൊരു പേരാണ് ക്യാരം സീഡ്സ്. ഇത് നമുക്ക് വയറുവേദന ഒക്കെ വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് വായിലിട്ട് വെറുതെ കടിച്ച് ചവച്ച് തിന്നുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിക്കുകയോ ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ദാ നമ്മുടെ മസാല നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പനീറിട്ട് മെല്ലെ ഒന്ന് ഇളക്കി അതിനെ ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. പനീറിട്ട് ഇളക്കുമ്പോൾ പനീർ പൊടിഞ്ഞു പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതിൻ്റെ ആ ഷേപ്പ് കളയാതെ തന്നെ ഈ മസാല അതിനകത്തേക്ക് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/2 മണിക്കൂർ ഇതിനെ ഇങ്ങനെ തന്നെ ഒന്ന് വിട്ടേക്കാം. അതുപോലെ അധികം പുളിയുള്ള തൈര് നമ്മൾ ഉപയോഗിക്കേണ്ട. അപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ, ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്, അതൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടാവുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ കോട്ട് ചെയ്തെടുത്ത പനീറുകളെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ഓയിൽ കുറച്ചാണ് യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ യൂസ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് സ്ക്യൂർ ഉണ്ടെങ്കിൽ സ്ക്യൂറിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിപ്പോഴും പാനിലാണ് ഉണ്ടാക്കാറുള്ളത്. രണ്ടും തമ്മിൽ വലിയ ടേസ്റ്റ് വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇതിന് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്റ്റാർട്ടറാണിത്. നല്ല ടേസ്റ്റാണിത്. ചെറു ചൂടോടെ ഇതിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. അതുപോലെ തന്നെ വേറൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതുകൂടാതെ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ ഇവിടെ എല്ലാ പനീറിൻ്റെ പീസസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെറു തീയിൽ ഇതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ പെട്ടെന്നൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
കസൂരി മേത്തിയുടെ സ്മെല്ലും നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടിയതുമായിട്ടുള്ള പനീർ ടിക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.